അള്ളാഹുവിൻ്റെ മുമ്പിൽ മനമുരുകി, അള്ളാഹുവിൻ്റെ മുമ്പിൽ മനസ്സാന്നിധ്യത്തോടുകൂടി കാര്യങ്ങളെ പറയുക, പ്രശ്നങ്ങൾ പറയുക എന്നത് പച്ചയായി ഇസ്ലാം പഠിപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ തകർക്കുന്ന അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള ഒന്നിലേക്ക് പോകേണ്ടതില്ല. ഇവിടെ ഈ യാഥാർത്ഥ്യം ആളുകൾക്ക് അറിയില്ല എന്നതോടൊപ്പം തന്നെ ഇലാ ഹളറത്തി എന്ന വിളിയുടെ പൊരുൾ, അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നും ആളുകൾക്ക് അറിയില്ല. ആളുകൾക്ക് ഇലാ ഹളറത്തി എന്നൊരു കേൾവി മാത്രമേ ഉള്ളൂ. ശരിക്ക് ആ വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്തൊരു സമൂഹമാണ് ഈ മുസ്ലിയാക്കന്മാരുടെ, ഈ പുരോഹിതന്മാരുടെ മുമ്പിലുള്ളത്. അപ്പോൾ എന്താണ് ഇലാ ഹളറത്തിയിൽ മറഞ്ഞു കിടക്കുന്ന ലക്ഷ്യം, അല്ലെങ്കിൽ അത് എന്തിനാണ് പിന്നെ ഒരു പ്രത്യേക അടയാളമായി ഇവർ കൊണ്ട് നടക്കുന്നത്? മറ്റൊന്നുമല്ല, ഇലാ ഹളറത്തി വെച്ചുകൊണ്ട് അമ്പിയാക്കൾ അല്ലെങ്കിൽ ഔലിയാക്കൾ, മഷായിഖന്മാർ എന്നൊക്കെയാണ് പറയുന്നതോടുകൂടി അവർ ഇത് കേട്ട് ഈ പ്രശ്നം മനസ്സിലാക്കി അതിൽ ഇടപെടാൻ കഴിവ് നൽകപ്പെട്ടവരാണ് എന്ന ഒരു വിശ്വാസമാണ് ഇതിൻ്റെ പിന്നിൽ. ഇപ്പോൾ ഇലാ ഹളറത്തിൻ നബി എന്ന് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടു, അവിടുന്ന് അതറിഞ്ഞു. അതേപോലെ തന്നെ ഇനി പരിഹരിച്ചു തരാൻ വേണ്ടി അവിടുന്ന് ഇടപെടും. ഈ അന്ധവിശ്വാസമാണ് ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ആർക്കും അറിയില്ല, ഇത് കേൾക്കുന്നവർക്കറിയില്ല. മറ്റൊന്ന്, ഈ ഇലാ ഹളറത്തി പറഞ്ഞുകൊണ്ട് ആരൊക്കെ അതിൽ കൊണ്ടുവന്നോ അവരുടെ പിന്നെ ഹക്ക് ജാ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കൽ എളുപ്പമാണ്, അത് വേഗത്തിലായി കിട്ടും എന്ന ഒരു വിശ്വാസവും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ അങ്ങനെ ഒരു മാർഗം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം അള്ളാഹുവിലേക്ക് എങ്ങനെ അടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പച്ചയായി നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. ഇനി പിന്നെ അള്ളാഹു അല്ലാത്ത ഒരാൾ, അള്ളാഹ് എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, അതേപോലെ എല്ലാം കാണുന്നവനാണ്, അത് മുഖേന അവൻ്റെ അടിമകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിവുള്ളവൻ അള്ളാഹ് മാത്രമാണ്. ആ ഒരു സവിശേഷതയോ ആ ഒരു കഴിവോ അള്ളാഹു ആർക്കും എന്തായിട്ടില്ല, വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസത്തിൻ്റെ വിപരീതമായിട്ടുള്ള ഒരാശയം ജനങ്ങളിലേക്ക് ഇതിലൂടെ ഇവർ കൈമാറുകയാണ്. ജനങ്ങളെ ആ ആശയത്തിൽ കെട്ടിയിടാൻ വേണ്ടി ഇവർ ഈ പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ശരിക്കും ഇലാ ഹളറത്തിയുടെ പൊരുൾ. അഥവാ പച്ചയായ ശിർക്ക് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, ജനങ്ങളെ ആ ശിർക്കിൻ്റെ വഴിയിലൂടെ എങ്ങനെ തെളിച്ചു കൊണ്ടുപോവുക എന്നതാണ്.